ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ട്രാൻസ്ഫോമറിലെ പാരാമീറ്റർ എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ആണല്ലോ. അറിയുന്ന പോലെ റിയാക്റ്റൻസ് ആണ്. എങ്ങനെയാണ് റിയാക്റ്റൻസ് വരിക എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ട്രാൻസ്ഫോമറിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ലീക്കേജ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞു. ആ ലീക്കേജ് റിയാക്റ്റൻസിന് കാരണം ലീക്കേജ് ഫ്ലക്സ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഈ ലീക്കേജ് ഫ്ലക്സ് കൊണ്ട് നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, പവർ ട്രാൻസ്ഫർ ഡ്രോപ്പ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ലീക്കേജ് റിയാക്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്ത് ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് ഉണ്ട്. നമ്മൾ നേരത്തെ റെസിസ്റ്റൻസിൻ്റെ മാത്രമുള്ള കേസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോഴുള്ള ഇക്വലൻറ്റ് സർക്യൂട്ട് റെഫർ ടു പ്രൈമറിയും ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് റെഫർ ടു സെക്കൻഡറി നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിന് ഇൻഡക്റ്റൻസ് ലീക്കേജ് റിയാക്റ്റൻസ് മാത്രമുള്ള കേസ് ഇങ്ങനെയല്ല നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ട്രാൻസ്ഫോമറിന് പ്രൈമറിയിലും ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ട്, സെക്കൻഡറിയിലും ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ട്. പ്രൈമറിയിലെ ലീക്കേജ് റിയാക്റ്റൻസിന് X1 എന്ന് പറഞ്ഞു, സെക്കൻഡറിയിലെ ലീക്കേജ് റിയാക്റ്റൻസിനെ X2 എന്ന് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണല്ലോ സാധാരണ ഉണ്ടാകുക. ഓക്കെ, നമ്മളിവിടെ ഇൻപുട്ടിൽ V1 കൊടുക്കും, നമുക്ക് ഔട്ട്പുട്ടിൽ V2 പറഞ്ഞ വോൾട്ട് കിട്ടും. ഇവിടെ I1 പറഞ്ഞ കറണ്ട് പോവും, ഇവിടെ I2 എന്ന് പറഞ്ഞ കറണ്ട് പോവും ലോഡിലേക്ക്. ലോഡ് കണക്ട് ചെയ്താൽ ഓക്കെ, ഇങ്ങനെയാണല്ലോ നമുക്ക് ഡയഗ്രാം വരിക. ഓക്കെ, ഇനി ഇക്വലൻ്റ് റിയാക്റ്റൻസിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ റെസിസ്റ്റൻസിൽ ചെയ്ത പോലെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് റെഫർ ടു പ്രൈമറിയും റെസിസ്റ്റൻസ് റെഫർ ടു സെക്കൻഡറി ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോഴും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ X2-നെ നമ്മൾ സെക്കൻഡറിയിലെ റിയാക്റ്റൻസിനെ പ്രൈമറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പേര് X2 ഡാഷ് എന്ന് പറയും. അപ്പോൾ X2 ഡാഷിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? സെക്കൻഡറി ലീക്കേജ് റിയാക്റ്റൻസ്. നമ്മളെങ്ങനെ പേരിട്ടുള്ള ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം ഇത് വെക്കുക, സെക്കൻഡറി ലീക്കേജ് റിയാക്റ്റൻസ്. ഇവിടുന്ന് ഇങ്ങോട്ടല്ല പോയത്, പ്രൈമറിയിലേക്കല്ല പോയത്, അതുകൊണ്ടല്ല X2 ഡാഷ് ആയത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ലീക്കേജ് റിയാക്റ്റൻസ് റെഫർ ടു പ്രൈമറി എന്ന് പറയും. ഓക്കെ, അപ്പോൾ X2 ഡാഷ് ആയിട്ട് മാറും. X1-ന് എങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്താ പറയുക? X1 ഡാഷ് ആവും. അതിനെങ്ങനെ പേര് പറയാം? X1 ഡാഷിൻ്റെ പേര് എങ്ങനെ പറയാം? X1-ൻ്റെ പേര് എന്താ പറയുക? പ്രൈമറി ലീക്കേജ് റിയാക്റ്റൻസ്. എവിടെ നിന്ന് എങ്ങോട്ടാ പോയേ? പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് പോയില്ലേ? അപ്പോൾ റെഫേർഡ് ടു സെക്കൻഡറി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കേസിൽ റെസിസ്റ്റൻസിനെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമ്മൾ എന്തായിരുന്നു കൺസിഡർ ചെയ്തത്? രണ്ട് ഭാഗത്തെയും പവർ, അതായത് കോപ്പർ ലോസ് ഈക്വൽ ആണ്. അതായത് X1-ന് രണ്ട് ഭാഗത്തും കോപ്പർ ലോസ് ഈക്വൽ ആണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. പക്ഷേ ഒരു റിയാക്റ്റൻസിൻ്റെ കേസിൽ കോപ്പർ ലോസ് ഉണ്ടാവുമോ? ഇല്ലല്ലോ. റിയാക്റ്റൻസ് കാരണം നമുക്ക് ഉണ്ടാകുക എന്താ? ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, റിയാക്റ്റൻസിൻ്റെ കേസിൽ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ഭാഗത്തുള്ള പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് ഈക്വൽ ആയിരിക്കണം. അതായത് ഇപ്പോൾ X1-നെയാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ X1-നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്തായിട്ട് മാറും? X1 ഡാഷ് ആയിട്ട് മാറും. X1 എവിടെയായിരുന്നു? പ്രൈമറി. X1 ഡാഷ് എവിടെയായിരിക്കും ഉണ്ടാകുക? സെക്കൻഡറിയിലല്ലേ. X1-നെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് മാറ്റുമ്പോഴാണ് X1 ഡാഷ് ആകുക. അതായത് X1 ഡാഷ് പ്രൈമറിയിൽ എത്രമാത്രം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കുന്നുണ്ടോ അത്രമാത്രം വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയാണ് X1 ഡാഷ് സെക്കൻഡറിയിൽ ഉണ്ടാക്കേണ്ടത്. ഒന്നുകൂടി, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? R1 പ്രൈമറിയിൽ നിന്ന് R1 ഡാഷ് ആകും സെക്കൻഡറിയിൽ എത്തുമ്പോൾ. ഇതിൽ എത്രമാത്രം കോപ്പർ ലോസ് ഉണ്ടാക്കിയോ അത്രമാത്രം കോപ്പർ ലോസ് തന്നെയാണ് R1 ഡാഷ് സെക്കൻഡറിയിൽ കോപ്പർ ലോസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെയല്ല നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ X1 എന്ന കമ്പോണൻ്റ് എത്രമാത്രം വോൾട്ടേജ് ഡ്രോപ്പ് പ്രൈമറിയിൽ ഉണ്ടാക്കിയോ അത്രമാത്രം വോൾട്ടേജ് ഡ്രോപ്പ് X1 ഡാഷ് സെക്കൻഡറിയിൽ ഉണ്ടാക്കണം. ഓക്കെ, അതാണല്ലോ നമ്മൾ ലോജിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണ് വോൾട്ടേജ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്റ്റൻസിനെ മാറ്റുന്നത് എന്തിൻ്റെ ബേസിലെന്ന് വെച്ചാൽ എന്തിൻ്റെ ബേസിലാന്ന് വെച്ചാൽ ഓൺ ഈക്വൽ പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതാക്കാം. പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വെക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണാനുള്ളത് ഇക്വലൻ്റ് റിയാക്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇക്വലൻ്റ് റിയാക്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറിയിൽ ആദ്യം നമ്മൾ ഡയഗ്രാം വരച്ചിട്ട് ഇതാണല്ലോ നമ്മളെ ഡയഗ്രാം. X1 X2 ഉണ്ട്. ഓക്കെ, ഇക്വലൻ്റ് ലീക്കേജ് റിയാക്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി എന്ന് പറയുമ്പോൾ പ്രൈമറിയിൽ മാത്രമല്ല റിയാക്റ്റൻസിൻ്റെ കമ്പൗണ്ട് ഉണ്ടാവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? X2-നെ എങ്ങോട്ട് കൊണ്ടുപോകണം? ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്തായിട്ട് മാറുന്നത്?
x2 ഡാഷ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെയായിട്ട് മാറും? ഇക്വലന്റ് സർക്യൂട്ട് ഡയഗ്രം നമ്മൾ എങ്ങനെയായിട്ട് മാറും? ആലോചിച്ച് നോക്കി. x1 ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാകും. ഇവിടെ എന്തായിട്ട് ഉണ്ടാവുക? x2 ഇങ്ങോട്ട് വന്നാൽ എന്തായിട്ട് മാറും? x2 ഡാഷ് ആയിട്ട് മാറും. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ നേരത്തെ കറണ്ട് എന്തേനി? i2 ഉണ്ടേനി. ഇവിടുത്തെ കറണ്ട് എന്താണ്? i1 ഉണ്ടേനി. ഇവിടുത്തെ വോൾട്ടേജ് എത്രയിനി? v1 ഉണ്ടേനി. ഇവിടുത്തെ വോൾട്ടേജ് v2 ഉണ്ടേനി. നമ്മൾ എന്താ പറഞ്ഞത്? നേരത്തെ എന്താ പറഞ്ഞത്? x1 x2 എന്ന കമ്പോണന്റ് ഇപ്പോൾ ഇക്വലന്റ് റിയാക്ടൻസ് റെഫർ ടു പ്രൈമറി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞത്? ഏതാണോ മാറ്റുന്നത് ആ സാധനം, ഇപ്പോൾ x2 ആണ് ഇതിൽ മാറ്റിയത്. x2 എന്ന സാധനം എന്ന കമ്പോണന്റ് സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല. വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് ഏതാ? i2. ഇവിടുത്തെ വോൾട്ടേജ് v2 അല്ലേ? i2 ഇൻറ്റു x2 ഡിവൈഡഡ് ബൈ അവിടുത്തെ വോൾട്ടേജ്. ഓക്കെ, അതാണ് ഇവിടെ ഉണ്ടാക്കിയ പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പിനെ ആയിരിക്കണം x2 ഡാഷ്. x2 എന്ന കമ്പൗണ്ട് പ്രൈമറിയിലേക്ക് വരുമ്പോഴും ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. x2 എന്ന കമ്പൗണ്ട് പ്രൈമറിയിലേക്ക് വരുമ്പോഴുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? i1 ഇൻറ്റു x2 ഡാഷ് ഡിവൈഡഡ് ബൈ അവിടുത്തെ വോൾട്ടേജ് v1, വിച്ച് ഇസ് മസ്റ്റ് ബി ഈക്വൽ ടു i2 x2 ബൈ v2. ഇതല്ലേ? ഓക്കെ, ഇത് മനസ്സിലായിക്കണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് x2നെയാണല്ലോ ഇപ്പം മാറ്റുന്നത്, x2 ഡാഷ് ആകുന്നത്. ഓക്കെ, x2 എന്ന കമ്പോണന്റ് സെക്കൻഡറിയിൽ എത്രമാത്രം പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കി നോക്കി. അപ്പോൾ i2 x2 ബൈ v2 ആണ്. അതേ പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയാണ് x2 എന്ന കമ്പോണ്ട് പ്രൈമറിയിലേക്ക് വരുമ്പോൾ ഉണ്ടാക്കുന്നത്. അതായത് പ്രൈമറിയിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? x2 ഡാഷ് ആയിട്ട് മാറും. അവിടെ ഉണ്ടായിരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്താ? x2 ഡാഷ് ഇൻറ്റു അതിലൂടെ പോകുന്ന കറണ്ട് ഏതാ? i1. പ്രൈമറിയിലെ കറണ്ട് i1 ബൈ പ്രൈമറിയിലെ വോൾട്ടേജ് v1. ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് നോക്കി. x2 ഡാഷ് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? v1 ബൈ v2 ഇൻറ്റു i2 ബൈ i1 ഇൻറ്റു x2 എഴുതി കൂടെ? ഒരു കുഴപ്പമില്ല, ഇങ്ങനെ എഴുതുന്നുണ്ട്. ഓക്കെ, v1 ബൈ v2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/k അല്ലേ? i2 ബൈ i1 ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി. v2 ബൈ v1 ആണ് k അല്ലേ? അപ്പോൾ v1 ബൈ v2 എന്താണ്? 1/k. അതേപോലെ തന്നെ i1 ബൈ i2 ആണ് k അല്ലേ? അപ്പോൾ i2 ബൈ i1 എന്താ? 1/k. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിലേഷൻ കിട്ടും. എന്താണെന്ന് വെച്ചാൽ x2 ഡാഷ് എന്ന് പറയുന്നത് x2 ഡിവൈഡഡ് ബൈ k സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ x2 ഡാഷ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? x2 ഡിവൈഡഡ് ബൈ k സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾ, അപ്പോൾ നമുക്ക് റിലേഷൻ കിട്ടിയല്ലോ. നമുക്ക് കിട്ടി x2 ഡാഷ് എന്ന് പറയുന്നത് x2 ഡിവൈഡ് ബൈ k സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് റെഫർ ടു പ്രൈമറി ഒന്ന് നമുക്ക് മാറ്റി എഴുതി കൂടെ? എന്ത് വരയ്ക്കാൻ പറ്റും? ഇത് x1, ഇതെന്തായിട്ട് മാറി? x2 ഡിവൈഡഡ് ബൈ k സ്ക്വയർ ആയിട്ട് മാറി. ഇങ്ങനെയാണല്ലോ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ x2 ഡിവൈഡഡ് ബൈ k സ്ക്വയർ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വലന്റ് റിയാക്ടൻസ് റെഫേർഡ് ടു പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നേരത്തെ നമ്മൾ R01 എഴുതിയില്ലേ? ഇതേപോലെ ഇക്വലന്റ് റിയാക്ടൻസ് റെഫേർഡ് ടു പ്രൈമറി. ഇങ്ങനെ ഇട്ട പ്രൈമറി എന്നാണ് അർത്ഥം, ഇങ്ങനെ ഇട്ട സെക്കൻഡറി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇക്വലന്റ് റിയാക്ടൻസ് റെഫേർഡ് ടു പ്രൈമറി എന്തായിരിക്കും? x01 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പ്രൈമറിയിലെ റിയാക്ടൻസ് മൊത്തം കൂട്ടുക, ഈക്വൽ ടു x1 പ്ലസ് x2 ഡാഷ് എന്തായിരുന്നു? x2 ബൈ k സ്ക്വയർ. ഓക്കെ, ഈ റിലേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അടുത്തത് ഇക്വലന്റ് റിയാക്ടൻസ് റെഫേർഡ് ടു സെക്കൻഡറി. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഇതെന്തായിരുന്നു? x1 ആയിരുന്നു. ഇതെന്തായിരുന്നു? x2 ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? റെഫേർഡ് ടു സെക്കൻഡറി എന്നല്ല പറഞ്ഞത്, അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനങ്ങോട്ട് മാറ്റണം. അപ്പോൾ മാറ്റുമ്പോൾ എന്തായിട്ട് മാറും? പ്രൈമറിയിൽ റിയാക്ടൻസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. x1 എന്ന് പറഞ്ഞ സാധനം x2 പറഞ്ഞ സാധനം അവിടെ ഉണ്ടാകും. x1നെ അങ്ങോട്ട് മാറുമ്പോൾ എന്തായിട്ട് മാറും? x1 ഡാഷ് ആയിട്ട് മാറും.
മാറൂലേ? മാറും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഇവിടുത്തെ കറണ്ട് എന്തായിരുന്നു? I1. ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരുന്നു? V1. ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരുന്നു? V2. ഇവിടുത്തെ കറണ്ട് എന്തായിരുന്നു? I2. ഓക്കെ, ഇവിടുത്തെ കറണ്ട് എന്താണ്? I2. സെക്കൻഡറി അല്ലേ? പ്രൈമറിയിലെ കറണ്ട് I1. ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? V1. ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? V2. നമ്മൾ എന്താണ് ഈക്വലന്റ് റിയാക്റ്റൻസ് ആയിട്ട് നമ്മൾ എന്തായിരുന്നു ഇക്വേറ്റ് ചെയ്തിരുന്നത്? X1 ഡാഷ് ഒക്കെ കാണാൻ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരുന്നല്ലോ ഇക്വേറ്റ് ചെയ്തിരുന്നത്. X1 എത്രമാത്രം പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്? ഇവിടുന്ന് X1 ഉണ്ടാക്കുന്ന എത്ര പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പാണ്? I1 ഇൻറ്റു അവിടുത്തെ കറണ്ട് ഇൻറ്റു ആ റിയാക്റ്റൻസ് ഡിവൈഡഡ് ബൈ അടുത്ത വോൾട്ടേജ്. എന്തിന് ഈക്വൽ ആയിരിക്കണം? ഇങ്ങോട്ടേക്കല്ല മാറിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്തായാലും അവിടുത്തെ കറണ്ട് ഇൻറ്റു അവിടെ X1 എന്തായിട്ടാണ് മാറിയത്? സെക്കൻഡറിയിൽ എത്തുമ്പോൾ X1 ഡാഷ് ഡിവൈഡഡ് ബൈ അവിടുത്തെ വോൾട്ടേജ് എന്താ? V2. ഇതൊന്ന് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അറിയോ? X1 ഡാഷ് is equal to I1 by I2 ഇൻറ്റു V2 by V1 ഇൻറ്റു X1 എന്ന് കിട്ടും. അതായത് X1 ഡാഷ് എന്ന് പറയുന്നത് I1 by I2 പറഞ്ഞാൽ K അല്ലേ? V2 by V1 പറഞ്ഞാലും K അല്ലേ? K ഇൻറ്റു K എന്താണ്? K സ്ക്വയർ ഇൻറ്റു X1. ഓക്കെ, K സ്ക്വയർ ഇൻറ്റു X1 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ X1 ഡാഷിൻ്റെ വാല്യൂ K സ്ക്വയർ ഇൻറ്റു X1 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈക്വലന്റ് സർക്യൂട്ട് റെഫർ ടു പ്രൈമറി നമ്മൾ റെഫർ ടു സെക്കൻഡറി നമ്മളൊന്ന് വരച്ചു നോക്കുക. പടം വരച്ചു നോക്കി, നമുക്ക് മനസ്സിലാകും. നമ്മൾ പടം വരക്കുമ്പോൾ നമുക്കെന്ത് മനസ്സിലാവും? പ്രൈമറിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സെക്കൻഡറിയിലുണ്ടോ? ഉണ്ട്. ഇതെന്താണ്? X1, സോറി X2. ഇതെന്താണ്? X1 ഡാഷ്. അങ്ങനെ X1 ഡാഷിൻ്റെ വാല്യൂ എന്താണ്? K സ്ക്വയർ ഇൻറ്റു X1. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വലന്റ് റിയാക്റ്റൻസ് റെഫർ ടു സെക്കൻഡറി അല്ലേ ഇതെന്ന് പറയുന്നത്? ഇക്വലന്റ് റിയാക്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി ആണല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? സെക്കൻഡറിയിലെ റിയാക്റ്റൻസ് മൊത്തം കൂട്ടുക. X2 പ്ലസ് X1 ഡാഷ് ഈക്വൽ ടു X2 പ്ലസ് K സ്ക്വയർ ഇൻറ്റു X1. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ when primary reactance is shifted to secondary. അപ്പോൾ പ്രൈമറിയിലെ റിയാക്റ്റൻസ് അല്ലേ ഷിഫ്റ്റഡ് ചെയ്താൽ എന്തായിട്ട് മാറും? X1 ഡാഷ് ആയിട്ട് മാറൂലേ? അപ്പോൾ എന്താണ്? അതെന്താണ്? K സ്ക്വയർ ഇൻറ്റു X1. when secondary this is reactance. ഓക്കെ, സെക്കൻഡറി റിയാക്റ്റൻസ് is shifted to primary. സെക്കൻഡറിയിലെ റിയാക്റ്റൻസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ X2 ഡാഷ് ആയിട്ട് മാറും. X2 ഡാഷ് എന്തായിട്ട് മാറും? ഈക്വൽ ടു X2 by K സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ X01 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? X1 പ്ലസ് X2 ഡാഷ്. X02 എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫർ ടു സെക്കൻഡറി അല്ലേ? സെക്കൻഡറിയിലെ ലീക്കേജ് റിയാക്റ്റൻസ് പ്ലസ് പ്രൈമറിത്തെ കമ്പൗണ്ട് എല്ലാം അങ്ങോട്ട് വരിക. ഓക്കെ, എന്താണ് X2 ഡാഷ് എന്നൊക്കെ നമുക്കറിയാലോ. X2 ഡാഷ് എന്താണ്? X1 പ്ലസ് X2 by K സ്ക്വയർ. അതേപോലെ തന്നെ X2 ഇതെന്താണ്? X2 പ്ലസ് X1 ഡാഷ് എത്രയാണ് പറഞ്ഞത്? K സ്ക്വയർ ഇൻറ്റു X1. ഈ റിലേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഓർത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇക്വലന്റ് ഇമ്പിഡൻസ് റെഫർ ടു പ്രൈമറിയും ഇക്വലന്റ് ഇമ്പിഡൻസ് റെഫർ ടു സെക്കൻഡറിക്കാണ്. ഓക്കെ, ഇനി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇക്വലന്റ് ഇമ്പിഡൻസ് റെഫർ ടു പ്രൈമറി, ഇക്വലന്റ് ഇമ്പിഡൻസ് റെഫർ ടു സെക്കൻഡറി ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, ഇക്വലന്റ് ഇമ്പിഡൻസ് റെഫർ ടു പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറയുന്നത് സിമ്പിൾ കാര്യമാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ കേസിൽ നമ്മൾ ട്രാൻസ്ഫോമറിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിൽ നമ്മളിപ്പോൾ റെസിസ്റ്റൻസും റിയാക്റ്റൻസും മാത്രമായിട്ടുള്ള 2 കേസുകളാണ് കൺസിഡർ ചെയ്തത്. പക്ഷെ ഒരു റിയൽ ആയിട്ടുള്ള ട്രാൻസ്ഫോമറിൽ ഒരു ചെറിയൊരു തടസ്സം നേരിട്ടു. ഓക്കെ, പോട്ടെ. ഇക്വലന്റ് ഇമ്പിഡൻസ് റെഫർ ടു പ്രൈമറിയും സെക്കൻഡറി ആണല്ലോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, നേരത്തെ കേസിൽ നമ്മൾ പ്യുവർ റെസിസ്റ്റൻസും പ്യുവർ ഇൻഡക്റ്റൻസും മാത്രമുള്ള കേസിലാണ് കൺസിഡർ ചെയ്തത്. പക്ഷെ ഒരു വൈൻഡിങ്ങിന് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഉണ്ടാവില്ലേ? ഒരു റിയൽ കേസിൽ ഉണ്ടാവുമല്ലോ. നമ്മൾ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മൾ റിയൽ ട്രാൻസ്ഫോമറിനെ നമ്മൾ ഇങ്ങനെയല്ല റെപ്രസെൻറ്റ് ചെയ്യുക. റിയൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ R1 ഉണ്ടാവും, സെക്കൻഡറിയിൽ X1 ഉണ്ടാവും. ഓക്കെ, ഇത് R2 ഉണ്ടാവും, ഇത് X2 ഉണ്ടാവും. ഓക്കെ, അതാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ നമ്മൾ റെസിസ്റ്റൻസ് റെഫർ ടു പ്രൈമറി എന്നായിരുന്നു പഠിച്ചത്, ഇത് റെഫർ ടു സെക്കൻഡറി എന്നൊക്കെയായിരുന്നു. ഇനി ഈ ഒരു കേസിൽ വിത്ത് റെസ്പെക്ട് ടു റെഫർ ടു പ്രൈമറി സെക്കൻഡറി ഒക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ വരിക? സപ്പോസ് ഇക്വലൻ്റ്, ഇപ്പോൾ നേരത്തെ റെസിസ്റ്റൻസ് റെഫർ ടു പ്രൈമറിയും റിയാക്ടൻസ് റെഫർ ടു പ്രൈമറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് R1 X1 ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പിഡൻസ് ആണ് ടേമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്കത് അറിയാലോ, ഇമ്പിഡൻസ് എന്താണെന്നൊക്കെ അറിയാലോ. ടോട്ടൽ ഓപ്പോസിഷൻ ആണല്ലോ R1 X1 ഒക്കെ ഉള്ള ഒരു കമ്പൗണ്ട് ആണല്ലോ ഇമ്പിഡൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പിഡൻസ് റെഫർ ടു പ്രൈമറി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ തന്നെ ടോട്ടൽ ഇമ്പിഡൻസ് റെഫേർഡ് ടു പ്രൈമറി. നേരത്തെ കേസിൽ എന്തായിരുന്നു? റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി സെക്കൻഡറി എന്ന് പറയാൻ കാരണം നമ്മൾ അതിൽ വൈൻഡിങ്ങിൽ റെസിസ്റ്റൻസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ലീക്കേജ് റിയാക്ടൻസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇവിടെയുള്ള വൈൻഡിങ്ങിൽ എന്താ? രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പിഡൻസ് റെഫേർഡ് ടു പ്രൈമറി എങ്ങനെയായിരിക്കും വരിക? നമ്മൾ എങ്ങനെയായിരിക്കും വരിക? ഇമ്പിഡൻസ് റെഫേർഡ് ടു പ്രൈമറി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എങ്ങോട്ട് കൊണ്ടുവരണം? ഓക്കെ, എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്? ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇടത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യും? എന്താ നമ്മൾ ആദ്യം കൊണ്ടുവരിക? R2 അങ്ങോട്ട് കൊണ്ടുവരിക. R2 അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? R2 ഡാഷ് ആയിട്ട് മാറും. X2 അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? X2 ഡാഷ് ആയിട്ട് മാറും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് R1 പുറമെ R2 ഡാഷിന് അങ്ങോട്ട് കൊണ്ടുവരില്ലേ? ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറി? R2 ഡാഷ്. ഇനി X1 ഉണ്ട്. ഓക്കെ, X2 അങ്ങോട്ട് കൊണ്ടുവന്നാൽ X2 ഡാഷ് ആയിട്ട് മാറും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? R1 പ്ലസ് R2 ഡാഷിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? R01 ആയിട്ട് കണക്കാക്കിക്കൂടെ? X1 പ്ലസ് X2 ഡാഷിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? X01 ആക്കി മാറ്റിക്കൂടെ? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ എന്തായിട്ട് മാറി? ഇമ്പിഡൻസിൻ്റെ കേസിൽ ഇതെന്തായിട്ട്? R01. ഇതിൻ്റെ വില എന്താണ്? R1 പ്ലസ് R2 ഡാഷ്. ഇതെന്താണ്? X01 which is equal to X1 പ്ലസ് X2 ഡാഷ്. എഴുതിക്കൂടെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ഇക്വലൻ്റ് ഇമ്പിഡൻസ് റെഫേർഡ് ടു പ്രൈമറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ Z01 എന്ന് പറയും. ഇക്വലൻ്റ് ഇമ്പിഡൻസ് റെഫേർഡ് ടു പ്രൈമറി പറയുന്നത് ഇമ്പിഡൻസ്. അതെന്ന് പറഞ്ഞാൽ R01ൻ്റെയും X01ൻ്റെയും സമ്മാണ്. അത് നമുക്കറിയാലോ, ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് R പ്ലസ് JX ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കല്? നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് R² പ്ലസ് JX സ്ക്വയർ എന്നല്ല എടുക്കല്. ഓക്കെ, അതേപോലെ Z01 ഇക്വലൻ്റ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വാല്യൂ കിട്ടാൻ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇക്വലൻ്റ് ഇമ്പിഡൻസ് റെഫേർഡ് ടു പ്രൈമറി നമുക്ക് കിട്ടി. ഓക്കെ, ഇതേപോലെ തന്നെയല്ലേ ഇക്വലൻ്റ് ഇമ്പിഡൻസ് റെഫേർഡ് ടു സെക്കൻഡറി എന്ന് പറയുന്നതും? ഓക്കെ, ഇതേപോലെ തന്നെ അല്ലേ? ഓക്കെ, ഇതേപോലെ എങ്ങനെ എടുക്കുക? നമ്മൾ ഈ ഒരു ഡയഗ്രാം തന്നെ നോക്കുക. ഈ ഒരു ഡയഗ്രാം തന്നെ നമ്മൾ നോക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ എന്തായിരിക്കും നമുക്ക് മാറ്റേണ്ടി വരിക. നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേസ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റേണ്ടി വരുന്നത് അത്രയൊന്നും മാറ്റേണ്ട. X1 എന്ന കമ്പോണൻറ്റ് എങ്ങോട്ട് പോകണം? X1 എന്ന കമ്പോണ്ട് നമുക്ക് X1 എന്ന കമ്പോണ്ടാണ് ഇക്വലൻ്റ് ഇമ്പിഡൻസ് റെഫേർഡ് ടു സെക്കൻഡറി ആണല്ലോ ഇനി നമ്മൾ വരയ്ക്കാൻ പോണത്. ഓക്കെ, ഇക്വലൻ്റ് ഇമ്പിഡൻസ് റെഫേർഡ് ടു സെക്കൻഡറി ആണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ എന്താ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് വരച്ചു നോക്കുക. ഇക്വലൻ്റ് ഇമ്പിഡൻസ് റെഫേർഡ് ടു സെക്കൻഡറി ആണ് നമ്മൾ വരയ്ക്കാൻ പോകേണ്ടത്. സെക്കൻഡറി വരയ്ക്കാൻ പോകുമ്പോൾ ഇത് വേണോ വേണ്ട. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ റെഫർ ടു സെക്കൻഡറി എന്ന് പറയുമ്പോൾ സെക്കൻഡറിയിൽ മാത്രമല്ലേ കമ്പൗണ്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ R1 അങ്ങോട്ട് പോകണ്ടേ, എന്തായിട്ട് മാറും? R1 ഡാഷ് ആയിട്ട് മാറും. X1 അങ്ങോട്ട് പോകണ്ടേ, അപ്പോൾ എന്തായിട്ട്? X1 ഡാഷ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മളെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെയായിട്ട് മാറും? പ്രൈമറിയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡറിയിൽ ഉണ്ടാവുമോ? ഉണ്ടോ? സെക്കൻഡറിയിൽ R2 ഉണ്ടായിരുന്നു. പ്രൈമറിയിൽ നിന്ന് വന്ന R1 ഡാഷ് ഉണ്ടായിരുന്നു.
ഓക്കെ. അതേപോലെ സെക്കൻഡറിയിലുള്ള x2 ഉണ്ടായിരുന്നു. പ്രൈമറിയിൽ നിന്ന് വന്ന x1 ഉണ്ട്. ഓക്കെ. ഇതാണല്ലോ ഇക്വലൻ്റ് ഇമ്പിഡൻസ് റെഫേർഡ് ടു സെക്കൻഡറി എന്ന് പറയുന്നത്. അതെ, ഈ R2 R1 ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? R0 2 x2 x1 ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? x0 2 നമുക്ക് എന്ത് ചെയ്താൽ ഇതിനെ മാറ്റി വരച്ചൂടെ? മാറ്റി വരക്കുക. പ്രൈമറിയിൽ എന്തുണ്ടാവും? ഒന്നുമില്ല. സെക്കൻഡറിയിൽ എന്തായിട്ട് മാറും? x02 ഉണ്ട്, അതും R02 ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് ഇക്വലൻ്റ് ഇമ്പിഡൻസ് റെഫേർഡ് ടു സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മാറ്റി വരക്കാം? ഇക്വലൻ്റ് ഇമ്പിഡൻസ് റെഫേർഡ് ടു സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് R02 ഹോൾ സ്ക്വയർ പ്ലസ് x02 ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സാമിന് ഇതിൻ്റെ വാല്യൂ ചോദിക്കുകയാണെങ്കിൽ ഇത് എടുത്ത് എഴുതിയാൽ മതി. ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളതൊന്നും ചോദിക്കില്ല, അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.